നമസ്കാരം. സിബൂസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രി കാലങ്ങളെല്ലാം വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം ഒരു കുറവായിട്ട് നമുക്ക് പലർക്കും അനുഭവപ്പെടാറുണ്ട്. മുന്തിയ ഇനം വാഹനങ്ങളിലെല്ലാം കമ്പനി തന്നെ ഹെഡ്ലൈറ്റ് LED ആയിട്ട് ഇടുന്നുണ്ട്. എന്നാൽ മിഡ് റേഞ്ച് വാഹനങ്ങളിൽ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഹാലോജൻ ബൾബാണ് നമുക്ക് മിക്കവാറും മിഡ് റേഞ്ച് വാഹനങ്ങൾ ലഭിക്കാറുള്ളത്. അങ്ങനെയുള്ള വാഹന ഉടമസ്ഥരൊക്കെ സാധാഗതിയിൽ ഈ ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം പറഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ബൾബ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് ഈ പ്രകാശത്തിൻ്റെ ഒരു കുറവ് നമുക്ക് പരിഹരിക്കാവുന്നതാകും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നായിരിക്കാം, എന്നാൽ ഈ ഒരു ബൾബിൻ്റെ വാട്ടേജ് ഒന്ന് കൂട്ടിയെടുത്താൽ നമുക്ക് ആ പ്രകാശ തീവ്രത കൂടുതലായിട്ട് കിട്ടില്ലേ എന്നൊക്കെ. ഈ നിലവിൽ വരുന്ന ഒരു ബൾബ് 55-60 എന്നുള്ള വാട്ടേജ് ബൾബുകളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ഈ ഒരു വാട്ടേജും ആയിട്ട് ലുമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ തീവ്രതയാണ്. ഈ ലുമിൻസും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഇൻകാൻഡസൻ്റ് ലാമ്പ് 100 വാട്ട് 80 വാട്ടിൻ്റെയൊക്കെയാണ്. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് നമ്മൾ വീടുകളിൽ LED ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു 9 വാട്ട് LED ബൾബ് കഴിഞ്ഞാൽ ആ 100 വാട്ടിൻ്റെ ബൾബിനേക്കാൾ കൂടുതൽ പ്രകാശ തീവ്രത നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു രീതി തന്നെയാണ് ഈ ബൾബിലും വരുന്നത്. അപ്പോൾ നമുക്ക് LED പോകാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഇനി നമുക്ക് മാർക്കറ്റിൽ പൊതുവെ കിട്ടുന്ന ഒരു ബൾബാണ് HID ബൾബുകൾ. ഈ HID ബൾബുകൾ നല്ല വെട്ടമൊക്കെ തരുന്ന ആ ഒരു ബൾബ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വയറിംഗ് കിറ്റ് ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റിലേയും ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ HID ബൾബുകൾ ഒരിക്കലും നമുക്ക് സൂട്ടബിൾ അല്ല. നമ്മൾ ഒരുപാട് ആൾട്ടർനേഷനൊന്നും വയറിംഗ് കിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നടത്താൻ പാടില്ല. അപ്പോൾ LED ബൾബുകൾ തന്നെയാണ് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരേ ഒരു ബൾബ്. എന്തുകൊണ്ടെന്നാൽ അതിന് വാട്ടേജ് കുറവായിരിക്കും. ഇത് 55 വാട്ട് 60 വാട്ട് ഒരു ബൾബിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ നല്ലൊരു LED ബൾബാണെങ്കിൽ 20 വാട്ട് അല്ലെങ്കിൽ 25 വാട്ട് നമുക്ക് ആ LED ബൾബ് ഒരു ബൾബിന് മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്ററിന് ലോഡ് കുറവായിരിക്കും. വാഹനത്തിന് ഒരു പക്ഷേ മൈലേജ് കൂടാൻ വരെ അത് സഹായകമാകും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡഡ് വാങ്ങണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഓട്ടോമോട്ടീവ് ഗ്രേഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ബൾബ് തന്നെയാണെങ്കിൽ ആ ഗ്രേഡിൻ്റെ വെട്ടം അനുസരിച്ച് നിലനിന്നുകൊള്ളും. അതുതന്നെയുമല്ല ബ്രാൻഡഡ് ബൾബുകളാണെങ്കിൽ ലോങ് യൂസിൽ നമുക്ക് വെട്ടത്തിൻ്റെ കുറവ് വരികയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രാൻഡഡ് ബൾബുകൾ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാനിന്നിവിടെ വാങ്ങി വച്ചിരിക്കുന്നത് ഫിലിപ്സിൻ്റെ ഒരു LED ബൾബാണ്. ഒരു പാക്കാണ്, 2 ബൾബാണ് ഇതിനകത്ത് വരുന്നത്. വില കൂടുതൽ വരും ബ്രാൻഡഡ് ബൾബിലോട്ട് പോയി കഴിഞ്ഞാൽ. കൂടുതൽ വാഹന മാനുഫാക്ചേഴ്സും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫിലിപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്യാൻ കാരണവും. ഞാനിവിടെ വാങ്ങിയിരിക്കുന്ന LED ബൾബിൻ്റെ കെൽവിൻ 6000K ആണ്. അതായത് K എന്ന് ഉദ്ദേശിക്കുന്നത് കെൽവിനാണ്. ഈ ഹാലോജൻ ബൾബിൽ നിന്നും നമ്മൾ LED ബൾബിലോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അപ്ഗ്രേഡേഷനിൽ നമ്മൾ ബൾബുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ലുമൻസും അതുപോലെ തന്നെ കെൽവിനുമാണ്. കെൽവിൻ എന്ന് പറയുന്നത് ഒരു ബൾബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കളർ ടോണാണ്. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന ബൾബ് 6000K ആണ്, അതായത് കെൽവിനാണ്. ഈ 6000 എന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവർ വൈറ്റാണ്. 6000ന് മുകളിലോട്ട് വരുമ്പോൾ ശരിക്കും ഒരു ബ്ലൂ ഷെയ്ഡ് വരും. അതിന് താഴോട്ട് വരുമ്പോൾ പല അളവിലും പല ഷെയ്ഡുകൾ, കളർ ഷെയ്ഡുകളാണ് നമുക്ക് വരുന്നത്. ഞാനിവിടെ ഒരു ചാർട്ട് നൽകുന്നുണ്ട്. ആ ചാർട്ടിൽ നോക്കി നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ഏത് കളർ ടോണാണ് ആവശ്യമെന്ന്, ഏത് കളർ ടോണ് ഏതൊക്കെ ഗ്രേഡിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലുമൻസ്, ഈ ബൾബിൻ്റെ ലുമൻസ് 1600 ലുമനാണ് ഈ ബൾബിന് വരുന്നത്. എന്നാൽ ലോക്കൽ ബൾബുകളിലെല്ലാം ലുമൻ ഒരുപാട് കൂടുതൽ വരുന്നുണ്ട്. ലുമൻ എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രത എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ബൾബുകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. പ്രകാശ തീവ്രത ഒരുപക്ഷെ കൂടുതലുണ്ടാവും. അത് ലോങ് ലാസ്റ്റിൽ കിട്ടുകയുമില്ല. മറ്റ് ഡ്രൈവർമാർക്ക്, എതിരെ വരുന്ന ഡ്രൈവർമാർക്ക് തന്നെയാണ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ബ്രാൻഡഡ് ബൾബുകൾ മാത്രം ഉപയോഗിക്കുക. ഇത് H4 എന്ന് പറയുന്ന ഒരു സീരീസിൽ വരുന്നതാണ്. പല വാഹനങ്ങളുടെയും ബൾബുകൾ പല സീരീസിൽ വരുന്നതാണ്. അത് ഏത് സീരീസാണെന്ന് ആ ബൾബ്, നിലവിലുള്ള ബൾബ് ഊരി നോക്കി കഴിയുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക, വാങ്ങുക. അങ്ങനെയെങ്കിൽ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിലവിലെ ബൾബ് ഹാലോജൻ ബൾബാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 3 പിൻ സോക്കറ്റ് പയ്യെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ബൾബിൻ്റെ ബാക്കിലുള്ള പിന്നിലോട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സോക്കറ്റാണ് ഇത്. കണ്ടില്ലേ, ഈ സോക്കറ്റ് നമ്മളെടുത്തു.
3 പിന്നുകളാണ് ബൾബിന് ബാക്ക് വശത്തായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ബൂട്ടിങ് കൂടെ റിമൂവ് ചെയ്യുന്നു. ഈ ബൂട്ട് ഡസ്റ്റ് കപ്പായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തണുപ്പ് ഉള്ളിലോട്ട് ചെല്ലാണ്ടിരിക്കാനും നനവ് ചെല്ലാണ്ടിരിക്കാനൊക്കെയാണ് ഈ ബൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സ്പ്രിങ് പോലുള്ള ഒരു കമ്പിയാണ്. ആ കമ്പി ഒരു ലോക്കിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് പയ്യെ ഇങ്ങനെ മുകളിലോട്ട് പൊക്കി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരും. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ചെറിയൊരു സിമ്പിൾ ട്രിക്കിലൂടെ മാത്രം ആണ് ഇത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ബൾബ് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 60-55 വാട്ടേജിൽ വരുന്ന ഒരു ബൾബാണ്. H4 സീരീസാണ്. പല വാഹനങ്ങൾക്കും പല സീരീസിലാണ്, കാരണം അതിൻ്റെ ഫിറ്റിങ്ങിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള ബൾബ് LED ബൾബാണ്. ഇപ്പോൾ നമ്മൾ മാറ്റിയിരിക്കുന്ന ബൾബ് 55-60 വാട്ടേജ്. ഇത് വെറും 20 വാട്ട് മാത്രമാണ് ഈ ബൾബിനുള്ളത്. അപ്പോൾ വാട്ടേജ് കുറയുന്നതുകൊണ്ട് നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ആൾട്ടർനേറ്ററിന് ലോഡ് കുറയുകയും ചെയ്യും. അതായത് മൈലേജ് കൂടി കിട്ടാനും ഒരു സാധ്യത ഈ വാട്ടേജ് മൊത്തത്തിൽ കുറയുന്നതുകൊണ്ട് ഉണ്ടാവും. ഇത് 3 ലെഗുകളാണ്. ഈ 3 ലെഗുകളുടെയും ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അത് തന്നെയുമല്ല, ഇതിൻ്റെ ഒരു ലോക്കിലോട്ട് കയറി ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാലുകളും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും ഊരി ഇൻസേർട്ട് ചെയ്യാം. ക്ലിയർ അല്ലെങ്കിൽ ഇത് സൂട്ട് ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇത് മാറി തിരിഞ്ഞൊന്നും പോവുകയല്ല ഒരിക്കലും. ഇത് കണ്ടോ? ഇത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ ലോക്ക് പഴയതുപോലെ തന്നെ വെച്ച് ശരിക്കും ഇങ്ങ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ലോക്കിലോട്ടങ്ങ് ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഈ ബൾബ് ശരിക്കും ഇതിനകത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഒരു ബൂട്ട് നമ്മൾ പഴയതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 3 പിൻ ഇതിനകത്തേക്ക് സോക്കറ്റ് ഈ പിന്നിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ വാഹനത്തിലെ ലെഫ്റ്റ് സൈഡിലെ ലൈറ്റ് LED-യും എന്നാൽ റൈറ്റ് സൈഡിലെ ലൈറ്റ് നിലവിലെ ഹാലോജനും തന്നെയാണ്. ഈ 2 ലൈറ്റുകളും നൽകുന്ന ഒരു പ്രകാശം, അതിൻ്റെ വ്യത്യാസം കണ്ടോ? ഇതാണ് ഒരു യെല്ലോയ് ഷെയ്ഡോട് കൂടി പഴയ ഹാലോജൻ ബൾബ്. എന്നാൽ ലെഫ്റ്റ് സൈഡിലെ ബൾബ് ഉണ്ടോ? വൈറ്റ് ഷെയ്ഡ്, പ്യുവർ വൈറ്റ്, അതായത് 6000 കെൽവിനിൽ വരുന്ന ആ ഒരു പ്രകാശമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് പ്യുവർ വൈറ്റുള്ള LED ലൈറ്റിൽ നിന്നുള്ള പ്രകാശം തന്നെയാണ്. അതുപോലെ തന്നെ റോഡിൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എതിരെ വാഹനങ്ങൾ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഹൈ ബീമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ ലോ ബീമിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുകയും അതനുസരിച്ച് വാഹനം ഓടിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കും മറ്റുള്ളവർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഒരുപക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഉപകാരപ്പെടുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള മറ്റ് പലവിധ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.